അങ്ങനെ ഇന്ന് റിലീസായ ധാമ എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു. സിനിമയുടെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് രശ്മിക മന്ദാനയും ആയുഷ്മാൻ ഖുറാനയുമാണ്. അവരെ കൂടാതെ നവാസുദ്ദീൻ സിദ്ദിഖി, പരേഷ് റാവൽ തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ അവരെ സപ്പോർട്ടിംഗ് കാസ്റ്റായിട്ട് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാഡോക് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തന്നെ വേറെ 3 സിനിമകൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഒരു 4ാമത്തെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. ഈ സിനിമയിൽ മറ്റ് സിനിമകളുടെ ഒരു റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റ് സിനിമയുടെ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സിനോപ്സിസ് പോലെ വായിച്ച് എടുത്താൽ മാത്രം മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമ തുടങ്ങിയ ഒരു ഏകദേശം ഒരു 20 അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു സിനിമയുടെ പ്ലോട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയാണ് കഥ നടക്കുന്നത്, ഇവരുടെയൊക്കെ എന്തൊക്കെയാണ് ഉദ്ദേശം, ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ചൊരു കഥയിലൊരു എന്താ പറയുക, ഒരു സ്ലോ പേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. നിന്ന് കഥ മുന്നോട്ട് പോകാതെ പോലെ ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്ന ഒരു കാര്യം. പിന്നെ ഒരു ഇൻ്റർവെല്ലോട് എടുക്കുമ്പോഴത്തേക്കും കഥാഗതിയിൽ കുറച്ച് മാറ്റം വരുന്നു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ട് കഥ. പിന്നീട് അടുത്തെന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഇൻ്റർവെല്ലിന് ശേഷം ഏകദേശം ഒരു കുറച്ച് പിന്നെ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ അതിനുശേഷം ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ വേറൊരു സിനിമയിൽ ഒരു കഥാപാത്രം ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അവരൊരു ക്രോസ് ഓവർ വരുന്നുണ്ട്. അതിനുശേഷം ആ കഥാപാത്രത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു എനിക്ക് അത്രയും ഭാഗങ്ങളായിരുന്നു ഈ സിനിമയുടെ ഹൈ ഒരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നിയത്. കിടിലോ എന്ന് പറയുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ സിനിമകൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു ഇന്ത്യൻ സിനിമകളുടെ ഒരു റേഞ്ച് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു VFX സീനെല്ലാം ഭയങ്കര കിടിലമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര പൊളിയായിരുന്നു വിത്ത് BGM. പിന്നീട് വീണ്ടും കഥ മുന്നോട്ട് പോകുന്നു. പിന്നീട് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു മനസ്സിലാവും ഏകദേശം ഒരു ക്ലൈമാക്സ് എങ്ങനെയായി തീരും എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ ഒരു കഥ ഏകദേശം ആ ഒരു പ്ലോട്ട് ആ ഒരു ട്രാക്കിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് വീണ്ടും ഈ ഒരു നേരത്തെ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു വീണ്ടും ഒരു റീഅപ്പിയറൻസ് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അപ്പം ആ ഭാഗങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പം ഈ ഒരു സിനിമ അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സിനിമകളുടെ ക്യാമിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്നുണ്ട്. മറ്റ് 3 സിനിമകളുടെയും ക്യാമിയോസ് വരുന്നുണ്ട്. ഒരു സിനിമയുടെ എക്സ്റ്റൻഡഡ് ക്യാമിയോ വരുന്നുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഒരു ക്രോസ് ഓവറും ആ കഥാപാത്രവും ഈ ഒരു സിനിമയുടെ കഥാപാത്രങ്ങളുടെ ഒരു ക്ലാഷ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന സിനിമയിൽ എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് സിനിമയാണ്. എന്നാലും ഒരു ക്ലൈമാക്സ് കൂടെ ഒരു നല്ല രീതിയിലൊന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു ട്വിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ആയുഷ്മാൻ ഖുറാന പറഞ്ഞിരുന്നു ലോക എന്നൊരു സിനിമ വന്നതിന് ശേഷം ലോകയെക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്ററായിട്ട് ഈ ഒരു സിനിമ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെറിയ രീതിയിൽ കോൺട്രവേഴ്സി ആയിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക എന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് ഒരു നല്ലൊരു ബൂസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോക എന്ന സിനിമ ഈ ഒരു സിനിമയും തമ്മിൽ കുറച്ചൊക്കെ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. ചില രംഗങ്ങളൊക്കെ അതുപോലെ വരുന്നുണ്ട്. പിന്നെ ഒരു യാദൃശ്ചികമായിട്ടാണെന്ന് തോന്നുന്നു ഒരു പാട്ട് റെട്രോ സോങ് ലോകയിൽ എങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഒരു ഹിന്ദി ഒരു സൂപ്പർ ഹിറ്റ് പഴയ കാല ഒരു 70s ഒരു ഗാനം ഒരു റിക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് സീനുകളൊക്കെ അതേപോലെ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർ എഴുതിയ ആൾക്കാർ ചിലപ്പം ഒരേ ലെവലിൽ ചിന്തിച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു ചെറിയൊരു സിമിലാരിറ്റീസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു വേറെ രീതിയിൽ പോകുന്നതാണ്. വേറെ രീതിയിലാണ് ഇതിൻ്റെ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ആകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക കണ്ടിരിക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ളത്.